അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന സിനിമയ്ക്ക് കണ്ണൂർ സ്ക്വാഡിൻ്റെ ഒരു ഛായ ഉണ്ടോ? ടോവിനോ തോമസ് നായകനായിട്ടുള്ള അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന സിനിമയ്ക്ക് മമ്മൂട്ടിയുടെ കണ്ണൂർ സ്ക്വാഡുമായിട്ട് എന്തെങ്കിലും വിധത്തിലുള്ള ഒരു സാദൃശ്യമുണ്ടോ? സാദൃശ്യമുണ്ടെങ്കിൽ തന്നെ കണ്ണൂർ സ്ക്വാഡിനേക്കാളും എത്രത്തോളം മികച്ച സിനിമയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും, അല്ലെങ്കിൽ കണ്ണൂർ സ്ക്വാഡിൻ്റെ അത്രത്തോളം വരുമോ ഈ ഒരു സിനിമ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, അന്വേഷണാത്മകമായിട്ടുള്ള എല്ലാ സിനിമകൾക്കും കോമൺ ആയിട്ടുള്ള ചില പാറ്റേണുകളുണ്ടാകും, കോമൺ ആയിട്ടുള്ള ചില കഥാപാത്രങ്ങളുണ്ടാകും, കോമൺ ആയിട്ടുള്ള ചില രീതികളുണ്ടാവും. ആ ഒരു നരേറ്റീവ് സ്റ്റൈൽ എല്ലാ അന്വേഷണാത്മക സിനിമകൾക്കും, അത് ഏത് ഭാഷയിലാണെങ്കിലും ഏത് കാലഘട്ടത്തിലെ സിനിമയാണെങ്കിലും ഉണ്ടാകാറുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അങ്ങനെയുള്ള സിമിലാരിറ്റി ഏതൊരു കുറ്റാന്വേഷണ സിനിമക്കും തോന്നിപ്പോകാം. എങ്കിൽ കൂടിയും അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന ഏറ്റവും പുതിയ സിനിമയ്ക്ക് എന്ത് പ്രത്യേകതയാണ് പറയാനുള്ളത്? ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത്. നമുക്കറിയാം, ഏതൊരു കുറ്റാന്വേഷണ സിനിമയും ഏതെങ്കിലും ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ തള്ളിവിടാറുണ്ട്. അതായത് അത് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സിനിമയാണ്, അല്ലെങ്കിൽ അത് ആക്ഷൻ ത്രില്ലർ സിനിമയാണ്, അല്ലെങ്കിൽ അത് സസ്പെൻസ് ത്രില്ലർ സിനിമയാണ്, അല്ലെങ്കിൽ അത് ഡ്രമാറ്റിക് ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലർ സിനിമ. അങ്ങനെ പ്രത്യേക കാറ്റഗറിയിലേക്ക് നമ്മൾ സമീപകാലത്ത് ഇറങ്ങിയ പല ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സിനിമകളെയും കാറ്റഗറൈസ് ചെയ്ത് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഈ ഒരു പ്രത്യേക ഫ്ലേവർ അല്ലെങ്കിൽ ഏതൊരു കാറ്റഗറിയിലേക്കും പെടുത്താതെ നമുക്ക് ഒരു കോമൺ ആയിട്ട് കാണാവുന്ന വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള, വളരെ ഒറിജിനൽ എന്ന് തോന്നുന്ന, വളരെ വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു അന്വേഷണാത്മകമായിട്ടുള്ള സിനിമയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന സിനിമ. അതുതന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ സവിശേഷത. നമുക്കറിയാം, സമീപകാലത്ത് ഇറങ്ങിയ ഏതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സിനിമയാണെങ്കിലും അതിലെ ഇൻവെസ്റ്റിഗേഷനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പലപ്പോഴായിട്ട് ടെക്നോളജിയുടെ സഹായം തേടുന്ന രീതിയിലാണ് കാണിക്കാറുള്ളത്. എന്നാൽ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമയെ വേറിട്ട് നിർത്തുന്നത് ഈ ഒരു സാങ്കേതിക വിദ്യയും അല്ലെങ്കിൽ സൈബർ സെല്ലൊക്കെ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലുള്ള കഥയാണ് ഈ സിനിമയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ടെക്നോളജിയുടെ സഹായത്തോടെ അല്ലാതെയുള്ള ഒരു വളരെ റിയലിസ്റ്റിക് എന്ന് തോന്നുന്ന അന്വേഷണാത്മകമായിട്ടുള്ള ഒരു സിനിമയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമ. ഈ സിനിമയുടെ കഥ നടക്കുന്നത് ലേറ്റ് 80s അല്ലെങ്കിൽ ഏർലി 90s ഈ സിനിമയുടെ കഥ നടക്കുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയുടെ കഥാപശ്ചാത്തലം എന്ന് പറയുന്നത് കോട്ടയം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ മധ്യ കേരളത്തിലെ വളരെ ഉള്ളോട്ടുള്ള ഒരു ഗ്രാമപ്രദേശത്താണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിലെ കഥാപശ്ചാത്തലവും കാലഘട്ടവും അതിലെ കഥാപാത്രങ്ങളും എല്ലാം ആ ഒരു കാലഘട്ടവും പശ്ചാത്തലവും അല്ലെങ്കിൽ അതെല്ലാം വളരെയധികം പരസ്പര പൂരകമായിട്ട് പൊരുത്തപ്പെട്ടു നിൽക്കുന്ന രീതിയിലുള്ള ആ കഥാപാത്രങ്ങളും ആ കാലഘട്ടത്തിനും ആ പശ്ചാത്തലത്തിനും ആ ലൊക്കാലിറ്റിക്കും എല്ലാം വളരെയധികം പൊരുത്തപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നരേറ്റീവ് സ്റ്റൈലാണ് സംവിധായകൻ ഈ സിനിമയിൽ ആലംബിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷത. ഇതൊരു സംവിധായകൻ്റെ ബ്രില്യൻസ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, സമീപകാലത്ത് ഇറങ്ങിയ പല സിനിമകളിലും മാസ് ആക്ഷൻ സീനുകൾ കാണാം, മാസ് ഡയലോഗുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചേസിങ് സീനുകൾ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ സഹായത്തോടു കൂടി എക്സൈറ്റ്മെൻറ്റ് കൂട്ടുന്ന, വളരെ ത്രില്ലിംഗ് കൂട്ടുന്ന രീതിയിലുള്ള എഡിറ്റിംഗ്, ഇങ്ങനെയുള്ള പല ടെക്നോളജിയും ഉപയോഗപ്പെടുത്തിയിട്ട് സമീപകാലത്ത് ഇറങ്ങിയ പല ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സിനിമകളും രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ ഒന്നും സഹായമില്ലാതെ, ഈ രീതിയിലുള്ള പൊടിപ്പും തൊങ്ങലും വെക്കാതെ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള മസാലയൊന്നും ചേർക്കാതെ തന്നെ വളരെ റിയലിസ്റ്റിക് എന്ന് തോന്നുന്ന രീതിയിൽ, വളരെ ഒറിജിനൽ എന്ന് തോന്നുന്ന, നമുക്ക് വിശ്വാസയോഗ്യമായ രീതിയിലുള്ള ഒരു അന്വേഷണാത്മകമായിട്ടുള്ള ഒരു സിനിമയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമ. എന്നാൽ റിയലിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഇത് പഴയകാല KG ജോർജ് സിനിമകളുടെ അല്ലെങ്കിൽ KG ജോർജിൻ്റെ അന്വേഷണാത്മകമായിട്ടുള്ള സിനിമകളുടെ ഒരു റിയാലിറ്റി അല്ല ഇതിലുള്ളത്. ഇതിൻ്റേതായുള്ള ഒരു പ്രത്യേക ഒറിജിനാലിറ്റി ഉണ്ട്, ഇതിൻ്റേതായുള്ള പ്രത്യേക സ്വഭാവ സവിശേഷതകളുണ്ട്. ഈ സിനിമയ്ക്ക് ഇതിൻ്റേതായുള്ള പ്രത്യേക താളമുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അതായത് ഒരു പ്രത്യേക താളത്തിലാണ് ഇത് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടുമടുത്തിട്ടുള്ള ത്രില്ലിംഗ് ആൻഡ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സിനിമകളിൽ നിന്ന് ഇത് വേറിട്ട് നിൽക്കുമ്പോൾ നമുക്കിതിൻ്റെ പേസ് വളരെ കുറവായിട്ട് ചിലപ്പോൾ തോന്നിപ്പോകാം, അല്ലെങ്കിൽ ചിലർ പറയാം ഇതിന് എവിടേക്കോ ലാഗ് ഉണ്ടെന്ന്. പക്ഷേ ഇത് ഈ സിനിമയുടെ ഒരു സവിശേഷതയാണ്, ഈ സിനിമയുടെ ഒരു താളം, ഈ ഒരു പേസിലാണ് ഈ സിനിമ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടും മുഷിപ്പിക്കുന്നില്ല എന്ന് എനിക്ക് അടിവരായിട്ട് പറയാൻ സാധിക്കും. എങ്കിൽ കൂടിയും വളരെയധികം ഫാസ്റ്റ് പേസുള്ള സിനിമ കണ്ടവർക്ക് ഇത് ചിലപ്പോൾ ചിലയിടങ്ങളിലൊക്കെ ലാഗായിട്ട് തോന്നിയേക്കാം എന്നുള്ളത് മാത്രം. അപ്പോൾ ഈ സിനിമയുടെ ഏകദേശം ഒരു കഥാപശ്ചാത്തലം അല്ലെങ്കിൽ ഈ സിനിമയുടെ ഏകദേശം ഒരു ഫ്ലേവർ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി ഈ സിനിമയുടെ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ കഥ പറയുമ്പോൾ അത് സ്പോയിലർ ആയപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രക്കൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇതിവൃത്തം എന്ന് പറഞ്ഞാൽ രണ്ട് സ്ത്രീകളുടെ അല്ലെങ്കിൽ രണ്ട് പെൺകുട്ടികളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കഥയാണ് ഈ സിനിമയിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഈ സിനിമയിലെ ആദ്യ പകുതിയിൽ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടാം പകുതിയിൽ മറ്റൊരു കൗമാരപ്രായക്കാരിയായിട്ടുള്ള പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഈ സിനിമയിലെ ആദ്യ കൊലപാതക അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇതിലെ നായക കഥാപാത്രമായിട്ടുള്ള ആനന്ദ് നടത്തിയുള്ള അതിസാഹസികതയുടെ അനന്തരഫലമായിട്ട് അദ്ദേഹത്തിന് സസ്പെൻഷൻ ലഭിക്കുകയും അതിനെ തുടർന്ന് സസ്പെൻഷൻ പിൻവലിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ലഭിക്കുന്ന മറ്റൊരു വർക്ക് അല്ലെങ്കിൽ മറ്റൊരു ഡ്യൂട്ടി ആയിട്ടാണ്
രണ്ടാമത്തെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്. ആ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് 6 വർഷത്തിന് മുമ്പ് നടന്ന കൊലപാതകം, ആർക്കും ഒരു തുമ്പും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു കൊലപാതകത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷനാണ് രണ്ടാം പകുതിയിൽ ഈ ആനന്ദ് എന്ന കഥാപാത്രത്തിൽ ലഭിക്കുന്നത്. അദ്ദേഹം അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ സിനിമയിൽ വിശദമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയുടെ ഒടുക്കം നമ്മൾക്ക് ഒരു ഗംഭീരമായുള്ളൊരു ട്വിസ്റ്റ് ഉണ്ട്. അത് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഈ ആനന്ദ് എന്ന കഥാപാത്രം ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള നടൻ ടൊവിനോ തോമസ് ആണ്. അപ്പോൾ ടൊവിനോ തോമസിന് ആനന്ദ് എന്ന പേരുള്ള കഥാപാത്രം ലഭിക്കുമ്പോൾ എന്തെന്നറിയില്ല, അദ്ദേഹത്തിൻ്റെ ഒരു ലക്കി നെയ്യുമായിട്ടാണെന്ന് തോന്നുന്നത്. കാരണം ആനന്ദ് എന്ന പേരിൽ അദ്ദേഹം ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങ് ചേക്കേറുകയാണ്. മുമ്പ് ആനന്ദായിട്ട് അദ്ദേഹം വന്നത് 2018 എന്ന സിനിമയിലാണ്. ആ സിനിമ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ ആ സിനിമയിലെ ടൊവിനോ തോമസിൻ്റെ കഥാപാത്രം ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ സിനിമയിലും അതേപോലെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ചേക്കേറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസാണ് ഈ സിനിമയിലെ ആനന്ദ് എന്ന SI കഥാപാത്രത്തിന് ടൊവിനോ തോമസ് നൽകിയിട്ടുള്ളത്. അദ്ദേഹം എന്താണെന്ന് അറിയില്ല, വളരെയധികം പെർഫോമൻസ് വൈസായിട്ട് അദ്ദേഹം വളരെയധികം പോളിഷ്ഡ് ആയിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും. കാരണം അദ്ദേഹം ഈ സിനിമയിൽ വളരെ മെച്ചുവേർഡായിട്ട് വളരെ അളന്നു തൂക്കിയിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. ഈ ആനന്ദിനെ വളരെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ ടൊവിനോ തോമസിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്നത്. എന്തെന്നറിയില്ല, ടൊവിനോ തോമസിനെ പോലീസ് വേഷത്തിൽ കാണുമ്പോൾ എന്തോ ഒരു ഭംഗിയുണ്ട്. അദ്ദേഹം തീർച്ചയായിട്ടും പോലീസ് വേഷങ്ങൾ ചെയ്യാൻ ഏറ്റവും യോഗ്യനായുള്ള ഒരു നടനാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം എനിക്ക് ടൊവിനോ തോമസിനോട് പറയാനുള്ളത്, ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് പോലീസ് വേഷങ്ങൾ വരും, പക്ഷേ സേ നോ ടു റിപ്പീറ്റഡ് റോൾസ്. അപ്പോൾ എന്തെന്നായാലും അദ്ദേഹത്തിന് നല്ല പോലീസ് വേഷങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഇതിലെടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതിൽ നമ്മുടെ പ്രിയ താരങ്ങളെല്ലാം അണിനിരക്കുന്നുണ്ട്. അവർക്ക് വലിയ സ്ക്രീൻ സ്പേസ് ഇല്ലെങ്കിൽ കൂടിയും വളരെ മികച്ച കഥാപാത്രങ്ങളിലൂടെയാണ് അവർ തങ്ങളുടെ പ്രാതിനിധ്യം തെളിയിച്ചിരിക്കുന്നത്. സിദ്ദീഖിൻ്റെ പ്രകടനം ഗംഭീരമായിരുന്നു. അതുപോലെ തന്നെ ബാബുരാജ് സിനിമയിൽ നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. ഷമ്മി തിലകൻ, അതുപോലെ തന്നെ ഇന്ദ്രൻസ്, ഇവരെല്ലാം ഈ സിനിമയിൽ ചില വ്യത്യസ്ത ഘട്ടങ്ങളിൽ എത്തപ്പെടുകയും വളരെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. ഈ സിനിമയിൽ എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയിട്ടുള്ളത്, ഈ സിനിമയിൽ നായിക എന്ന് പറയാൻ ആരും തന്നെ ഇല്ല. പ്രത്യേകിച്ച് ടൊവിനോ തോമസിന് ഈ സിനിമയിൽ ഒരു നായികയില്ല. ടൊവിനോ തോമസിൻ്റെ ഒരു നായിക ഉണ്ടെങ്കിൽ നല്ലൊരു ഗാനമെങ്കിലും ഈ സിനിമയിൽ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇതിൽ നായിക പ്രാധാന്യം ഉണ്ടെങ്കിൽ കൂടിയും നമുക്ക് സുപരിചിതരായിട്ടുള്ള നായികമാരൊന്നും ഈ സിനിമയിലില്ല. ഈ സിനിമയുടെ ടെക്നിക്കൽ വശങ്ങൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫിയാണ്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ വളരെ നല്ല രീതിയിലുള്ള ഒരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തിയിട്ടാണ് ഓരോ ഫ്രെയിമും ഒപ്പിയെടുത്തിട്ടുള്ളത്. കാരണം ഈ സിനിമയുടെ കഥാപശ്ചാത്തലത്തിനനുസരിച്ച്, കഥ പറയുന്ന പ്രദേശത്തിനനുസരിച്ച്, അതിലെ കഥാപാത്രങ്ങളുടെ സവിശേഷതകളനുസരിച്ച്, കഥ പറയുന്ന കാലഘട്ടത്തിനനുസരിച്ച് വളരെ നല്ല രീതിയിലുള്ള ലൈറ്റിംഗ് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് വളരെ റിയലിസ്റ്റിക് എന്ന് തോന്നുന്ന, വളരെയധികം ആ ഒരു സീനിനും യോജിച്ച രീതിയിലുള്ള ഫ്രെയിമുകളാണ് ഒപ്പിയെടുത്തിട്ടുള്ളത്. ഈ മനോഹരമായിട്ടുള്ള ഫ്രെയിമുകളെല്ലാം വളരെ വിദഗ്ധമായിട്ട് കോർത്തിണക്കിയിട്ട് വളരെ നാച്ചുറൽ എന്ന് തോന്നുന്ന രീതിയിലുള്ള എഡിറ്റിംഗ് ആണ് ഈ സിനിമയിൽ എഡിറ്റർ നടത്തിയിട്ടുള്ളത്. അതായത് ഒട്ടും ഗിമ്മിക്സ് നമുക്ക് ഇതിൻ്റെ എഡിറ്റിങ്ങിൽ കാണാൻ സാധിച്ചിട്ടില്ല. വളരെ ഒറിജിനാലിറ്റി ഉള്ള രീതിയിൽ ഇതിൻ്റെ ഓരോ ഫ്രെയിമിനെയും കോർത്തിണക്കാൻ ഇതിൻ്റെ എഡിറ്ററിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പശ്ചാത്തല സംഗീതം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതിൻ്റെ കഥാപശ്ചാത്തലത്തിന്, കഥ പറയുന്ന കാലഘട്ടത്തിനനുസരിച്ച്, കഥ പറയുന്ന രീതിക്കനുസരിച്ച് വളരെയധികം സൂട്ടബിളായിട്ടുള്ള, വളരെയധികം ബ്ലെൻഡായി കിടക്കുന്ന ഒരു പശ്ചാത്തല സംഗീതമാണ് ഈ സിനിമയിൽ അവലംബിച്ചിട്ടുള്ളത്. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമ വളരെ ഒറിജിനാലിറ്റി തോന്നുന്ന, വളരെയധികം വിശ്വാസയോഗ്യമായുള്ളൊരു അന്വേഷണാത്മകമായിട്ടുള്ളൊരു സിനിമയാക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ സംവിധായകൻ്റെ കംപ്ലീറ്റ് ടീമും അഭിനേതാക്കൾ ഉൾപ്പെടെ വളരെ നല്ല രീതിയിൽ പ്രയത്നിച്ചിട്ട് ഇതിന് പ്രത്യേക രീതിയിലൊരു ഫ്ലേവർ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു സവിശേഷതയായിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഈ സിനിമ എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു സിനിമയാണെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇത് അന്വേഷണാത്മകമായിട്ടുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാം. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സിനിമ കണ്ട്, അല്ലെങ്കിൽ ഫാസ്റ്റ് പേസിലുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സിനിമകൾ കണ്ടവർക്ക് ചിലപ്പോൾ ഇത് പലപ്പോഴായിട്ട് ലാഗായിട്ട് തോന്നാം, അല്ലെങ്കിൽ വളരെയധികം എക്സൈറ്റ് ചെയ്യിക്കുന്നില്ല എന്നൊക്കെ തോന്നിപ്പോകാം. പക്ഷേ സാധാരണ രീതിയിലുള്ള കുറ്റാന്വേഷണ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഈ ഒരു സിനിമ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതൊക്കെ എൻ്റെ മാത്രം അഭിപ്രായമാണ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി ഇത് കാണേണ്ടി വരും. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ കമൻറ്റായി രേഖപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇതുപോലെ ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ദിസ് ഇസ് ജുബൈർ സൈനിങ് ഓഫ്. ബൈ.